ആ ആത്മാവ് കർത്താവ് നമ്മെ സഹായിക്കും. ഇനിയും ഇവിടെ നമ്മൾ കാണുന്നത് 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പെട്ടെന്നൊന്ന് നോക്കാൻ ശ്രമിക്കുക. അവിടെ കാണുന്നത് പ്രാർത്ഥനയുടെ ചില പ്രത്യേക ദൃഷ്ടാന്തങ്ങൾ നമ്മൾക്ക് കാണാം. സ്പെസിഫിക് ഇല്യൂസ്ട്രേഷൻസ് അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസപ്പോസ്തലന്റെ യഥാർത്ഥ ആവശ്യത്തിന് വേണ്ടി ദൈവജനങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്താണ്? തന്റെ വായ് തുറക്കുമ്പോൾ സുവിശേഷത്തിന്റെ മർമ്മം പ്രസ്താവിക്കപ്പെടാൻ താൻ അവരോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. ഇവിടെ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ചില സ്പെസിഫിക് ഇല്യൂസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ചില പ്രാർത്ഥനയുടെ കാര്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ പറയും. ഇല്യൂസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ഉപമയായി പറയുന്ന കാര്യങ്ങൾ എന്നാണ് അതിനർത്ഥം. 18-ാം വാക്യത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് തന്നെ പൗലോസ് പറയുക. 19 മുതൽ ഉള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ അതിന്റെ ദൃഷ്ടാന്തങ്ങൾ പറയുക. അതിലൊന്നാമത്തെ ദൃഷ്ടാന്തം പൗലോസിന് വേണ്ടി എഫെസോസിലെ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന കാര്യം. അത് നമ്മൾ ഒരു പരിധിവരെ ചിന്തിക്കുകയുണ്ടായി. താൻ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താണ്? ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കാൻ. എനിക്ക് വലിയ ഇഷ്ടമുള്ള പദപ്രയോഗങ്ങളാണ് അതൊക്കെ വേണ്ടതുപോലെ വിശദീകരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. താൻ ഒരു അംബാസഡറാണ്, ഒരു രാജ്യത്തിന്റെ, സ്വർഗത്തിന്റെ അംബാസഡറാണ്, യേശു ക്രിസ്തുവിന്റെ അംബാസഡറാണ്, സുവിശേഷത്തിന്റെ അംബാസഡറാണ്. ആ അംബാസഡർ സ്ഥാനപതി, ആ സ്ഥാനപതിയാണെന്നുള്ളതിന്റെ അടയാളമായി തന്റെ കയ്യിൽ കിടക്കുന്നത് ചങ്ങലയാണ്, കൂച്ചുവിലങ്ങാണ്. തന്റെ കയ്യിൽ കിടക്കുന്നത്, കൈകളിൽ കിടക്കുന്നത് വിലങ്ങാണ്. ആ ചങ്ങലയിൽ താൻ അഭിമാനിക്കുകയാണ്. സുവിശേഷ നിമിത്തം തന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിൽ സ്തോത്രം പൗലോസ് സന്തോഷിക്കുകയാണ്, അഭിമാനിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, എൻ്റെ കൈ ബന്ധിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ കാലുകളും ബന്ധിച്ചിട്ടുണ്ടാവാം, എന്നാൽ സുവിശേഷത്തിന് ബന്ധനമില്ല. അതുകൊണ്ട് ഞാൻ വായ് തുറക്കുമ്പോൾ സുവിശേഷത്തിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ എനിക്ക് സാധിക്കേണ്ടതിന്, എനിക്ക് വചനം ലഭിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥനയ്ക്ക് ദൃഷ്ടാന്തമായി ആദ്യം ഇവിടെ പറയുന്ന. എഫെസോസിലെ വിശ്വാസികൾ പൗലോസ് അപ്പോസ്തലന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് താൻ അപേക്ഷിക്കുകയാണ്. രണ്ടാമത്, പ്രാർത്ഥനയുടെ ദൃഷ്ടാന്തമായി ഇവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ ഒരു ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എന്നെ പോലെയുള്ള പാവങ്ങളായ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാന പ്രാർത്ഥന ഇതാണ്. ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക നന്മയോ ഉയർച്ചയോ ഇതൊന്നും ഉണ്ടാകാനല്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, വാ തുറക്കുമ്പോൾ വചനം കിട്ടണം. രണ്ടാമത്, സംസാരിക്കേണ്ടുന്നത് വണ്ണം സംസാരിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന നോക്കിയേ, 19-ാം വാക്യം 20-ാം വാക്യം. സംസാരിക്കേണ്ടും വണ്ണം സംസാരിക്കണം. മൂന്നാമത്, പ്രാഗൽഭ്യത്തോടെ സംസാരിക്കണം. ഇതിനു വേണ്ടിയാണ് ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം അറിയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും 21 മുതലുള്ള വാക്യങ്ങൾ നോക്കുക.
ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എന്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. മനസ്സിലായി കാണില്ല, ഞാൻ പറയാം. പൗലോസ് ഇപ്പോൾ ജയിലിലാണല്ലോ, കാരാഗ്രഹത്തിലാണ്. ഈ കാരാഗ്രഹത്തിൽ നിന്ന് പൗലോസിന്റെ അടുക്കൽ നിന്ന് പൗലോസ് തിഹിക്കോസ് എന്ന ശുശ്രൂഷകനെ, തിഹിക്കോസ് എന്നയാളിനെ എഫേസോസിലേക്ക് അയക്കുക. ആ എഫേസോസിലേക്ക് തിഹിക്കോസിനെ അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ ലേഖനം കൊടുത്തുവിടുന്നത്. ഈ തിഹിക്കോസിന്റെ കയ്യിലാണ് ഈ ലേഖനം കൊടുത്തുവിടുന്നത്. ശ്രദ്ധിക്കണേ. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷം, ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം തിഹിക്കോസ് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. എന്താ? തിഹിക്കോസ് വന്ന് ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എന്റെ അവസ്ഥ നിങ്ങളോട് പറയും. ശ്രദ്ധിച്ചു നോക്കിയേ. അന്ന് ഈ ടെലിഫോൺ സൗകര്യമില്ല, മൊബൈൽ സൗകര്യമില്ല. ഒരു കത്ത് അയച്ചാൽ അതെങ്ങനെയാണ് അഞ്ചൽക്കാരന്റെ കൈവശമൊക്കെ എത്തി മാസങ്ങളോ വർഷങ്ങളോ എടുക്കും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്താനായി. എന്നാൽ ഇവിടെ ഏറ്റവും പെട്ടെന്ന് പൗലോസിന് തന്റെ വിവരങ്ങൾ അറിയിക്കുവാൻ തനിക്കുള്ള ഒരു ഉപാധിയാണ് തന്നെ ശുശ്രൂഷിക്കുവാൻ തന്നോടൊപ്പമുള്ള തന്നോടൊപ്പമുള്ള തിഹിക്കോസിന്റെ കയ്യിൽ തന്റെ വിവരങ്ങൾ അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും എഴുതി. എഫെസോസിലെ ദൈവജനം അറിയേണ്ട ആത്മീക സത്യങ്ങളെല്ലാം എഴുതി അവന്റെ കയ്യിൽ കൊടുത്തയക്കുക. അപ്പോൾ ആ കൊടുത്തയക്കുന്ന കൂട്ടത്തിൽ തിഹിക്കോസിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? നീ അവിടെ ചെന്നാൽ ആദ്യം എന്റെ സ്ഥിതി, ഞാൻ ഈ ജയിലിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അറിയാൻ ആകാംക്ഷയോടിരിക്കുന്ന അവിടുത്തെ വിശ്വാസികളോട് നീ എൻ്റെ അവസ്ഥ പറയണം. ഞാനിവിടെ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള വിവരം നീ അവരെ അറിയിക്കും. നോക്കണം, ഇത് പ്രാർത്ഥനയുടെ ഒരു ഉത്തരം. എഫെസോസിലെ ദൈവമക്കൾ പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പൗലോസിന്റെ വിവരങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. അതിന് ദൈവം നൽകുന്ന ഉത്തരം എന്താണ്? തിഹിക്കോസ് വഴി പൗലോസിന്റെ അവസ്ഥ എഫെസോസിലെ വിശ്വാസികൾ അറിയുക. നമ്മൾ പലർക്കു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. രോഗികളാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്, ഞെരുക്കമുള്ളവരാണെന്ന് അറിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അവരുടെ കാര്യത്തിന് പരിഹാരം കിട്ടിയോ, അവർക്ക് അവരുടെ ആ വിഷയം എന്തായെന്നോ അറിയണമെന്ന് വലിയ നിർബന്ധം നമുക്കില്ല. പ്രാർത്ഥിക്കുക, വിടുക. എന്നാൽ എഫെസോസിലെ വിശ്വാസികൾ അവർ പ്രാർത്ഥിച്ച വിഷയത്തിനുള്ള ഉത്തരം ലഭിക്കുകയാണ് തിഹിക്കോസ് വഴി. ഇനിയും 22-ാം വാക്യത്തിൽ, നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കുക. ആകാംക്ഷയോടുകൂടെ നമ്മൾ ഓർത്തു നോക്കിയേ. എന്നെ വിശ്വാസത്തിലേക്ക് നടത്തിയ ദൈവദാസ് ഒരു തടവറയിലോ ഒരു കഷ്ടതയിലോ ആയാൽ തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിന്റെ ക്ഷേമപൂരം അറിയാനുള്ള ആഗ്രഹം. എഫെസോസിലെ വിശ്വാസികളെ, ഇവരെ ദൈവകർവിലേക്ക് നടത്തിയ അവരുടെ ആത്മീക പിതാവിന്റെ വിവരങ്ങൾ അറിഞ്ഞ് ആശ്വാസം പ്രാപിക്കുവാൻ. 22-ാം വാക്യം, തിഹിക്കോസ്
അവരുടെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയുക, നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ അവരെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കും. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ തമ്മിൽ ഒരു വലിയ ആത്മീയ കൂട്ടായ്മ ബന്ധമുണ്ട്. നമ്മളിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഞെരുക്കമോ ഭാരമോ പ്രയാസമോ ഉണ്ടായാൽ നമ്മുടെ ഹൃദയത്തിന് അതൊരു വ്യസനമാണ്, അതൊരു ഭാരമാണ്. എപ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ആശ്വാസം കിട്ടുന്നത്? ആ ഭാരത്തിലുള്ള ആശ്വാസം കിട്ടുന്നത് ഏതെങ്കിലും വഴിക്ക് നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് അവർക്ക് ഉത്തരം ലഭിച്ചു എന്നറിയുമ്പോൾ. ഇതൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യമാണ്. ഇനി നോക്കുക, ഒടുവിൽ പൗലോസ് അപ്പോസ്തലൻ ഈ തിഹിക്കോസിനെ കുറിച്ച് 5 ഭാഗത്ത് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. തിഹിക്കോസ് എന്ന ദൈവദാസനെ കുറിച്ച്. അപ്പൊ നമ്മള് അതിനെ തിഹിക്കോസ് അല്ലല്ലോ നമ്മുടെ വിഷയം. അത് ഞാൻ നോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് ഞാനങ്ങ് വിടുക. അപ്പോ ഈ തിഹിക്കോസ് എന്ന ദൈവദാസൻ എഫെസോസിൽ വന്ന് പൗലോസിന്റെ അവസ്ഥ എന്താണെന്ന് അവരെ അറിയിക്കുകയും ഈ ലേഖനം അവർക്ക് കൈമാറുകയും ചെയ്യുക എന്നുള്ള ദൗത്യം നിറവേറ്റുക. അപ്പോൾ ഇവിടെ ഒരു വലിയ സത്യം എന്താണെന്നറിയാമോ? തിഹിക്കോസ് എഫെസോസിലെ വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ മറുപടിയായി മാറുന്നു എന്നുള്ളതാണ്. ഇനിയും പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനയല്ല 23-ാം വാക്യം, 23-24 വാക്യം. പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടുകൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. ഇത് പൗലോസിന്റെ ഒരു പ്രാർത്ഥനയായിട്ടും ആശീർവാദമായിട്ടും കാണും. പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകമായ ദൃഷ്ടാന്തങ്ങളാണ് എഫെസോസിലെ വിശ്വാസികളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി. പിന്നീട് പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താണ് പൗലോസിന്റെ പ്രാർത്ഥനയും ആശംസയും? ഒന്ന്, സഹോദരന്മാർക്ക് സമാധാനം ഉണ്ടാകും. ദൈവമക്കൾക്ക്, എഫെസോസിലെ വിശ്വാസികൾക്ക് സമാധാനം ഉണ്ടാകും. രണ്ടാമത്, സ്നേഹം മാത്രം ഉണ്ടായാൽ പോരാ, വിശ്വാസവും സ്നേഹവും, വിശ്വാസത്തോടുകൂടിയ സ്നേഹവും ഉണ്ടാകണം. ഇവകൾക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ആശംസയായിട്ട് നൽകുന്ന ഒരു വചനമാണ് ഒടുവിൽ കാണുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഏവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുക. ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കുന്നുണ്ട് ഈ അക്ഷയമായി സ്നേഹിക്കുക. മലയാളത്തിൽ ഈ അക്ഷയമായി സ്നേഹിക്കുക എന്നൊക്കെ കട്ടുകൂടി പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ ലവ് സിൻസിയർലി എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയത്. എന്ന് പറഞ്ഞാൽ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, നിഷ്കളങ്കമായി സ്നേഹിക്കുന്നു, എല്ലാവരോടും കൂടെ കൃപ ഉണ്ടാകുമാറ്. ദൈവകൃപ നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് നിഷ്കളങ്കമായി നാം നമ്മുടെ കർത്താവിനെ
സ്നേഹിക്കുമ്പോഴാണ്. ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഒറ്റ വാചകത്തിൽ പറയാം, ഇന്ന് അനേകർ കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എല്ലാം തെളിച്ചെനിക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയാസിലൊക്കെ ശ്രദ്ധിച്ചാൽ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ അത് മിക്കതും കർത്താവിനെ സ്നേഹിക്കാനല്ല, അഥവാ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല. അവർക്ക് പണം ഉണ്ടാക്കാൻ, അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ, അവർക്ക് നന്മ ഉണ്ടാക്കാൻ വേണ്ടി. നിഷ്കളങ്കമായി കർത്താവിനെ സ്നേഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കി. മിക്കപ്പോഴും കർത്താവിനെ സ്നേഹിക്കുന്നത് തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്, തങ്ങൾക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ്. അക്ഷയമായ സ്നേഹം. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ ഇതുപോലെ മനുഷ്യനെ സ്നേഹിച്ച ഒരു ദൈവം, ഒരു രക്ഷിതാവ് വേറെയുണ്ട്? കലർപ്പില്ലാത്ത സ്നേഹം. നാം പാപികളായി നരകത്തിന് വിധിക്കപ്പെട്ടിരുന്നപ്പോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ത്യജിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് തന്റെ ചങ്കിലെ ഏറ്റവും ഒടുവിലത്തെ ചോര വരെ തന്ന് നമ്മെ സ്നേഹിച്ച കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, എന്തെങ്കിലും ഭൗതിക നന്മകൾക്ക് വേണ്ടിയാണെങ്കിൽ, അത് തികച്ചും ദൈവസന്നിധിയിൽ തെറ്റാണ്. മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുക. ഓരോ ദൈവവിധനോടും കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യവും, കർത്താവിനെ വിട്ട് പിന്മാറിപ്പോയി പഴയ പടകും വലയുമായി ഗെനസരേത്ത് തടാകത്തിൽ മീൻ പിടിക്കാൻ പോയ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ എന്നെ സ്നേഹിക്കും? നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കും? എന്റെ സഹോദരങ്ങളെ, കർത്താവിന് നമ്മുടെ ഒന്നും വേണ്ട. കർത്താവിന് വേണ്ടത് നിർമ്മലമായ, നിഷ്കളങ്കമായ നമ്മുടെ സ്നേഹമാണ് കർത്താവ്. എന്താണ് സങ്കീർത്തനകാരനായ ദാവീദ് പ്രാർത്ഥിച്ചത്? 116 സങ്കീർത്തനത്തിന്റെ 1 വാക്യം: എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്തു ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ക്രിസ്തീയ പോരാട്ടത്തിൽ പ്രാർത്ഥനയുടെ സ്ഥാനം കൂടെയാണ് നമ്മൾ ചിന്തിച്ചത്. എഫേസ്യർ 6:10 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമുക്കൊരു ആത്മീയ പോരാട്ടം. ആ പോരാട്ടത്തിൽ വിജയിക്കുവാൻ നമ്മൾ ആയുധങ്ങൾ ധരിക്കണം. നമ്മളവിടെ കണ്ട ആ സർവായുധങ്ങളും നമ്മൾ ധരിക്കണം. ധരിച്ചാൽ മാത്രം പോരാ, വിജയം ഈ ആയുധങ്ങൾ ധരിക്കുന്നതിലൂടെ സാധിക്കും. എന്നാൽ വിജയം നടക്കണമെങ്കിൽ ഈ ആയുധം ധരിക്കുമ്പോൾ പ്രതിരോധത്തിനുള്ള കാര്യങ്ങളായി, എന്നാൽ വിജയിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യം.
പ്രാർത്ഥന കൂടാതെ ആത്മീയ പോരാട്ടത്തിൽ വിജയമില്ല. അതാണ് 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ വ്യക്തമാക്കുന്നത്. മനസ്സിലായല്ലോ? വിഷയം ഒരിക്കലും വിട്ടുപോകരുത്. ഇതാണ് എഫേസ്യ ലേഖനത്തിന്റെ സമാപനത്തിങ്കൽ പറയും. സകലവും സമാപിച്ചിട്ട് നമ്മൾ ഉറച്ചു നിൽക്കണമെങ്കിൽ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചെങ്കിലേ മതിയാകും. ഇവിടെ ഒരു വസ്തുത കൂടെ ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, ആത്മീക ശക്തി, സ്പിരിച്വൽ പവർ, അഥവാ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ശക്തമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ ചില പ്രമാണങ്ങളും പ്രിൻസിപ്പിൾസ് ഫോർ പവർഫുൾ ലിവിങ്, ശക്തിയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ആവശ്യമുള്ള 5 പ്രിൻസിപ്പിൾസ്, 5 പ്രമാണങ്ങളുണ്ട്. 5 പ്രമാണങ്ങൾ കൂടെ ഞാൻ ഒരു വലിയ പഠനമാണ്, അത് കുറെ ദിവസങ്ങളിലേക്ക് എടുക്കേണ്ട ഒരു ക്ലാസ് ആണ്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ആത്മീക പോരാട്ടത്തോട് ചേർത്ത് നമ്മൾ ശക്തരാകുന്നില്ലെങ്കിൽ നമ്മൾക്ക് ജയിക്കാൻ സാധിക്കും. അത് വ്യക്തമാക്കുന്ന ഈ 5 പ്രമാണങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വേദഭാഗം വായിക്കാം. അത് ഓരോന്നും വിശദീകരിക്കാൻ ഒരു നിവൃത്തിയില്ല, സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ 5 പ്രിൻസിപ്പിൾസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. നോക്കുക, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. 5 ക്രിസ്തീയ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ പവർഫുൾ ലൈഫിന് സഹായകരമായിട്ടുള്ള 5 സത്യങ്ങളാണ് പൗലോസ്ലീഹ കൊരിന്തു സഭയെ ബോധ്യപ്പെടുത്തും. നമ്മൾ ഓർക്കണം, കൊരിന്തു സഭ ഒരു ബലഹീനമായ സഭയാണ്. അവിടുത്തെ വിശ്വാസികൾ ബലഹീനരായിരുന്നു. എന്നാൽ ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ്ലീഹ അവരെ ശക്തിപ്പെടുത്തുവാൻ, എന്ന് പറഞ്ഞാൽ പോരാട്ട ജീവിതത്തിൽ വിജയിക്കുന്നതിന് ശക്തി പകരുന്ന 5 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പൗലോസ് കൊരിന്തു സഭയിലെ വിശ്വാസികളുടെ ജീവിതത്തിന്റെ പോരായ്മയും ബലഹീനതയും അനേക ഭാഗങ്ങളുണ്ട്. അത് ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. 4-ാം അധ്യായത്തിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളെ നാണിപ്പിക്കുവാനല്ല എന്ന് പറഞ്ഞാൽ, കൊരിന്ത്യര് നാണിക്കത്തക്ക വിധത്തിലുള്ള കുറവുകൾ, പോരായ്മകൾ ആ സഭയിലെ വിശ്വാസികൾക്കുണ്ടായിരുന്നു. എന്നാൽ അത് മാറി അവർ ശക്തരായി തീരണം. അതിന് പൗലോസ് നൽകുന്ന 5 പ്രബോധനങ്ങളാണ് ഇവിടെ കാണുന്നത്. അതിൽ 1-ാമത്തെ പ്രബോധനം എന്താ? ഉണർന്നിരിക്കുവിൻ, ബി അലേർട്ട്, ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവമക്കളെ, നമ്മൾ തോറ്റുപോകുന്നതിൻ്റെ പ്രധാന കാരണം, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണങ്ങളിൽ പ്രധാനം നമ്മൾ അലേർട്ടായിരിക്കുന്നില്ല. ഉദാസീനതയോടെ
കളിയായിട്ട് ക്രിസ്തീയ ജീവിതത്തെ കാണുന്നതാണ്. ഇന്ന് ജാഗ്രതയുള്ളവരായിരിക്കുവാൻ വിശ്വാസികൾ ശ്രമിക്കുന്നതിനേക്കാളേറെ തമാശ പറഞ്ഞ്, കളി പറഞ്ഞ് ചിരിക്കാനാണ് അവസരം ഉപയോഗിക്കുന്നത്. പൊട്ടച്ചൊല്ലും കളിവാക്കും കൊണ്ടും നേരം കളയുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് ക്രൈസ്തവ ലോകം വന്നിരിക്കുകയാണ്. എന്നാൽ എനിക്കൊരു ശത്രുവുണ്ട്, അവൻ ഏത് സമയത്തും എന്നെ ആക്രമിക്കാം, ഞാൻ തോറ്റുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഉണർന്നിരിക്കുവാൻ, ജാഗ്രതയോടെ ഇരിക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. രണ്ടു വിധത്തിൽ ഈ ജാഗ്രതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ ശരീരമായ വീക്ഷണത്തിൽ, ശാരീരിക സെൻസ്, ഫിസിക്കൽ സെൻസ്. രണ്ടാമത് ആത്മീയമായ സ്പിരിച്വൽ സെൻസ്. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. നോക്കണം, പിശാച് ബുദ്ധിമാനാണ്. ഏതു സ്ഥലത്തുകൂടെ നമ്മളെ ആക്രമിക്കണമെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഏത് സ്ഥാനത്തു കൂടെയാണ് അവൻ വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നാം അലേർട്ടായിട്ടിരിക്കുവാൻ ആവശ്യമുണ്ട്. തിരുവെഴുത്ത് നമ്മൾ വായിച്ചാൽ ഇതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാനിവിടെ 9 നമ്മൾ ജാഗ്രത പാലിക്കേണ്ട 9 കാര്യങ്ങൾ ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ സാധിക്കയില്ലല്ലോ. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഉണർന്നിരിക്കുവീനെന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നോക്കണേ, അവിടെ പൗലോസ് അപ്പോസ്തലൻ എത്ര ഗൗരവമായിട്ടാണ് ഈ സത്യം പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? നിങ്ങള് ഈ സമയം കിട്ടുമ്പോഴല്ല, സമയമെടുത്ത് 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പ്രധാന കാര്യം, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തില് പൗലോസ് പറയുന്ന പ്രധാന കാര്യം ഇതാണ്: നാം ഉറങ്ങരുത്, നാം ഉണർന്നിരിക്കണം. 10-ാം വാക്യം നോക്കിക്കട്ടെ. പലർക്കും നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിനെ നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികൾ ആശ്വസിക്കുന്ന ഒരു വചനം പറയുക. എന്താ? ഉറങ്ങിയിരുന്നാലും ഉണർന്നിരുന്നാലും നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ലേ? രക്ഷിക്കപ്പെട്ടവരല്ലേ? യേശുക്രിസ്തു വരുമ്പോ സ്വർഗത്തിൽ പോകും. അനേക വിശ്വാസികൾക്കും ആദ്യം മതി എന്താ, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി. ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും. അപ്പോ ഉറങ്ങിയിരുന്നാൽ എന്താ കുഴപ്പം? നോക്കണം, ഇതിന്റെ ആദ്യ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമാക്കുന്നുണ്ട്. ദൈവ മക്കൾ ഉണർന്നിരിക്കേണ്ടത് അനിവാര്യമായ വസ്തുതയാണ്. ഏത് വിധത്തിൽ നമ്മളെ തകർക്കാം എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. ഞാൻ ചില കാര്യങ്ങൾ കൊരിന്തു സഭയോട് ബന്ധപ്പെട്ട്, കൊരിന്ത്യർക്കാണുള്ള ഈ വചനം എഴുതി, കൊരിന്തു സഭയോട് ബന്ധപ്പെട്ട് ആത്മീയ അജ്ഞത, സ്പിരിച്വൽ ഇഗ്നറൻസ്, അതാണ് ഏറ്റവും വലിയ ജാഗ്രത കുറവ്. ഞാന് 1-2 കാര്യങ്ങൾ ഒന്ന് പറയാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിക്കാട്ടെ. 1 കൊരിന്ത്യർ 5:6. അസാര പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്ന എന്ന് അറിയുന്നില്ലയോ?
കൊരിന്ത്യർ അറിയാത്ത ഒരു കാര്യം പൗലോസ് അപ്പോസ്തലൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്താ? അസാരം പുളിമാവ് എന്ന് പറഞ്ഞാൽ ഒരല്പം പുളിച്ച മാവ്. ഒരു കലത്തിലെ മാവ് മുഴുവൻ പുളിപ്പിക്കാൻ, ഒരു കലത്തിൽ വെച്ചിരിക്കുന്ന മാവ് മുഴുവൻ പുളിപ്പിക്കാൻ എത്രയും ഈസ്റ്റ് ചേർക്കണം? എത്രയും പുളിപ്പ് ചേർക്കണം? അല്പം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരല്പം പാപം, അതൊരു ചെറിയ കാര്യം, അതവിടെ ഇരുന്നോട്ടെ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും. കൊരിന്ത്യരോട് പൗലോസ് പറയുകയാണ്, ഈ അസാരം പുളിമാവ്, ആ ചെറിയ പാപം പിണ്ടത്തെ മുഴുവനും നിന്നെ മുഴുവനും നശിപ്പിക്കും. അവിടെ പൗലോസ് പറയുക, ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരല്പം പാപം അത് നമ്മുടെ കുടുംബത്തിലേക്ക് വ്യാപിക്കും, കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് വ്യാപിക്കും, കുടുംബത്തിൽ നിന്ന് സഭയിലേക്ക് ബാധിക്കും, സഭയിൽ നിന്ന് സമൂഹത്തിലേക്ക് വ്യാപിക്കും. അസാരം പുളിമാവ്. ദൈവമക്കൾ ഓർക്കണേ, ജാഗ്രതയുള്ളവരായിരിക്കണം, അലർട്ടായിരിക്കണം, ഉണർന്നിരിക്കണം. രണ്ടാമതായിട്ട് ഇവിടെ ഈ കൊരിന്ത്യർ അറിയാതിരിക്കുന്ന ഒട്ടേറെ കാര്യം. അതിൽ ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമായിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കാം. നോക്കണം, ഒൻപതാമത്തെ ആശയമായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നതാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. നമ്മൾ അലർട്ടായിരിക്കേണ്ട മറ്റൊരു കാര്യം. 6:19 പെട്ടെന്ന്. ദൈവത്തിന് ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ലെന്നും അറിയുന്നില്ലയോ? അറിയുന്നില്ലേ? ഇവർക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം നോക്കിയേ, അവരുടെ ശരീരത്തെ കുറിച്ച് അവർ ബോധവാന്മാരല്ല. കേട്ടോ? ഈ ശരീരം എന്തിനുള്ളതാണ്? ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. അശുദ്ധമായതൊന്നും തൊടുക പോലും ചെയ്യരുത്. മനസ്സിലാവുന്നല്ലോ? ഉണർന്നിരിക്കണം. ശക്തമായ ഒരു ക്രിസ്തീയ ജീവിതം, പിശാചിനെ ജയിക്കുന്ന ശക്തി ആർജിക്കാൻ ആദ്യം വേണ്ടത്, ഓർക്കുക, നമ്മുടെ അറിയേണ്ട കാര്യങ്ങൾ ജാഗ്രതയുള്ളവർ ആയിരിക്കുക എന്നുള്ളതാണ്. 6-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിൽ ഒരു വലിയ ഭയനിർദ്ദേശം. 6:15 ഒന്ന് വായിച്ചു പോവാം. ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നെന്ന് അറിയുന്നില്ലയോ? സ്തോത്രം. എന്റെ സഹോദരങ്ങളെ, ഈ ക്ലാസ്സിൽ കേൾക്കുന്നവരും തുടർന്ന് യൂട്യൂബിലൊക്കെ എന്നെ ശ്രദ്ധിക്കാൻ പോകുന്നവരുമായിട്ടുള്ള സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണ് നമ്മുടെ ശരീരം. എന്റെ ശരീരം യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? എന്റെയും നിങ്ങളുടെ ശരീരം കൊണ്ട് നമ്മളൊരു പാപം ചെയ്യുമ്പോൾ പാപം ചെയ്തിട്ടില്ലാത്ത കർത്താവായ യേശുവിനെ നമ്മൾ ആരാക്കുകയാണ്? അവിടെ കൃത്യം പറയുന്നുണ്ട്, ദുർനടപ്പ് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ശാപം, ഏറ്റവും വലിയ പാപം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒന്നാമത് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്, ഞാന് ഒരുപാട് ക്ലാസ്സുകൾ തന്നെ ഒരു
കുറഞ്ഞ ഒരു 2 ക്ലാസ്സെങ്കിലും ആവശ്യമാണ് ഈ ഒരു ആശയം പറയാൻ. നിർത്തട്ടെ. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണും പിന്നെ തുറന്നിങ്ങനെ ഇരിക്കുക എന്നല്ല അർത്ഥം. ജാഗ്രതയുള്ളവരായിരിക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബി അലർട്ട്. ഏത് സമയത്തും ജാഗ്രതയുള്ളവർ ആയിരിക്കുക. ഏതൊക്കെ കാര്യത്തിൽ നമ്മൾ ഉണർന്നിരിക്കണമെന്നും പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്. പൗലോസപ്പോസ്തലൻ മാത്രമല്ല, ഇതര വേദഭാഗങ്ങളിൽ പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ഉണർന്നിരിക്കുക. എന്തുകൊണ്ട്? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ഉണർന്നിരിക്കുക. ഉണർന്നിരിക്കേണ്ട 6 കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്യട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ദൈവമക്കൾ അലർട്ടായിരിക്കും. രണ്ടാമതായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? ഉണർന്നിരിക്കുവിൻ. പിന്നെ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. വിശ്വാസത്തിൽ നിലനിൽക്കുവീൻ. ബി ഫെയർ. ഉറച്ചു നിൽക്കുക. വിജയത്തിന് അനിവാര്യമായ ആത്മീക ശക്തി, രണ്ടാമത്തെ ശക്തി ഉറച്ചു നിൽക്കുക എന്നുള്ളത്. സ്തോത്രം, സ്തോത്രം. ലേഖനം 6-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞത്? 6-10 മുതൽ എന്താ പറഞ്ഞത്? ദുർദിവസത്തിൽ ഉറച്ചു നിൽക്കുവാൻ. ഉറച്ചു നിൽക്കുക. എവിടെയാണ് ഉറച്ചു നിൽക്കേണ്ടത്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. സ്റ്റാൻഡ് ഫാസ്റ്റ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഇതിന് ഈ ഉറച്ചു നിൽക്കുക എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിലുള്ള അർത്ഥം എന്താണെന്നറിയാമോ? ഗ്രീക്കില് സ്റ്റീക്കോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉറച്ചു നിൽക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീക്കോ എന്നുള്ള വാക്ക് എന്താണെന്നറിയാമോ? കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ആ സ്റ്റീക്കോ എന്താണെന്നറിയാമോ? 6-ാം വാക്യത്തിലാണെന്തോ, അവനിൽ വേരൂന്നുക. ഒരു വൃക്ഷത്തെ ഉറപ്പിച്ചു നിർത്തുന്നത് അതിന്റെ വേരാണ്, തായ് വേരാണ്. ദൈവമക്കൾ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ വേര് ഉറച്ചു നിൽക്കാൻ സഹായകരമായ സ്ഥലത്ത് ഇറങ്ങിയിരിക്കണം. എങ്കിലേ നമ്മൾക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. എവിടെയാ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്? പൗലോസ്ലീഹ പറഞ്ഞ എന്താ? വിശ്വാസത്തിൽ. എന്താ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ? യൂദായുടെ ലേഖനം 3-ാം വാക്യം. യൂദായുടെ ലേഖനം 3-ാം വാക്യം, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം. കേട്ടോ? വിശുദ്ധന്മാരുടെ കയ്യിൽ ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം എന്ന് പറയുന്നത്, സ്തോത്രം, ഈ ദൈവത്തിന്റെ വചനമാണ്. ഇതിൽ വേരുറങ്ങണം. നമ്മൾ മുമ്പേ കണ്ടു കൊലോസ്യർ 4-ാം അധ്യായം, ക്രിസ്തുവിൽ നമ്മുടെ വേരിറങ്ങണം. അങ്ങനെയാണെങ്കിൽ എന്തു സംഭവിക്കയില്ല? എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉപദേശത്തിന്റെ നാനാ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകയില്ല. കേട്ടോ? ഉറച്ചു നിൽക്കണം ദൈവവചന സത്യങ്ങളിൽ. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല. ഞാൻ പിടിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിൽ നിന്ന് എന്നെ പിടിച്ചു മാറ്റാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കഴിഞ്ഞ ദീർഘമാസങ്ങളായി
നമ്മൾ റോമാലേഖനവും എഫേസ് ലേഖനവും അടിസ്ഥാനമാക്കി യഥാർത്ഥ വിശ്വാസ സത്യങ്ങൾ എന്താണെന്ന് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ആ സത്യങ്ങളിൽ നിന്ന് ആന പിടിച്ചാൽ പോരാത്ത വിധത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾക്ക് സാധിക്കും. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവവൈതലിന് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മളുടെ ആത്മീയ ശക്തി, നമ്മുടെ ആത്മീയ ബലം. ഈ രണ്ട് കാര്യത്തിലും, ഏതൊക്കെ? ഒന്ന്, ജാഗ്രതയുടെ കാര്യത്തിൽ, ഉണർന്നിരിക്കുന്ന കാര്യത്തിലും; രണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന കാര്യത്തിലും കൊരിന്തു സഭ അമ്പേ പരാജയപ്പെട്ട സഭയാണ്. വിശ്വാസം ത്യജിച്ച ഒരു സഭയാണ്. ഞാൻ ചോദിക്കട്ടെ, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന, നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന സഭയാണോ ഇന്ന് ഭൂമിയിൽ കാണുന്നത്? എത്ര അകലെ മാറിപ്പോയി! ദൈവവചനത്തിലെ പറയുന്ന സഭയും ഇന്ന് കാണുന്ന സഭയും തമ്മിൽ കടലും കടലാടിയും പോലെയുള്ള വ്യത്യാസം. വിശ്വാസത്തിൽ നിലനിൽക്കാതെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരു സഭയാണ് ഇന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യും. മൂന്നാമത് പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? ഒന്ന്, ഉണർന്നിരിക്കണം; രണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കണം; മൂന്ന്, എനിക്ക് ഒത്തിരി വിശദീകരിക്കാൻ താല്പര്യമുള്ളതാണ്, പുരുഷത്വം കാണിക്കണം. മൂന്നാമത് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ ആക്ട് ലൈക്ക് മെൻ എന്നാണ്. പുരുഷന്മാരെ പോലെ പ്രവർത്തിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബി മെച്യൂർ എന്നാണ്. പക്വതയുള്ളവരായിരിക്കുക, പുരുഷത്വത്തിലേക്ക് വളരുക. ഞാനിത് വ്യക്തമാക്കാൻ ഒരു വാക്യം ഒന്ന് പറയാം. ഷിബാസവരൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു. ശിശുവും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. ഞാൻ ശിശുവായിരുന്നു ഒരിക്കൽ. ആ ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ സംസാരിച്ചു. രണ്ട്, ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു. മൂന്ന്, ഞാൻ ശിശുവിനെ പോലെ നിരൂപിച്ചു. സംസാരം, ചിന്ത, നിരൂപണം. ഒരു കൊച്ചുകുട്ടി ചിന്തിക്കുന്നത് പോലെയല്ലേ പലപ്പോഴും പല മെച്യൂറായി ജീവിതത്തിൽ കാണേണ്ട വിശ്വാസികൾ ചിന്തിക്കുന്നത്, കാര്യങ്ങളെ കാണുന്നത്. ഓർക്കണം, ഒരു കുഞ്ഞ് സംസാരിക്കുന്നത് പോലെയല്ല ഒരു പുരുഷൻ സംസാരിക്കുന്നത്. ഒരു കുഞ്ഞ് ചിന്തിക്കുന്നത് പോലെയല്ല ഒരു പുരുഷൻ ചിന്തിക്കുന്നത്. ഒരു ശിശു നിരൂപിക്കുന്നത് പോലെയല്ല ഒരു പുരുഷന്റെ നിരൂപണം. ഒരു പുരുഷനും ഒരു കൊച്ചു കുഞ്ഞും തമ്മിൽ ഒത്തിരി അന്തരം കേട്ടോ. ക്രിസ്തീയ ജീവിതത്തിൽ ഇത് ഓർത്തോണം. രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ എന്തായിരുന്നോ അതുപോലെ തന്നെ മരണം വരെ തുടരുന്നത് ജീവിതത്തിൽ പരാജയത്തിന് കാരണമാണ്, ശത്രു ജയിക്കാൻ കാരണമാണ്. നമ്മുടെ ആത്മീക ശക്തിക്ക് ഏറ്റവും ബലം നൽകുന്നത്, ശക്തി നൽകുന്നതാണ് പുരുഷത്വം കാണിക്കുക എന്നുള്ളത്. ഞാൻ അതും വിശദീകരിക്കുന്നില്ല. കൊരിന്ത്യർ ഇക്കാര്യത്തിലും പരാജയപ്പെട്ടവരാ. 1 കൊരിന്ത്യർ
14 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ പൗലോസ് അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ബുദ്ധിയിൽ ശിശുക്കളാകരുത്. നമ്മുടെ ബുദ്ധി എത്രമാത്രം വളർന്നിട്ടുണ്ട്. ബുദ്ധിയിൽ മുതിർന്നവരാകണം. ആത്മീയ സത്യങ്ങൾ നമ്മൾ പഠിച്ച് നിശ്ചയം പ്രാപിക്കണം. ഞാൻ പറയട്ടെ, ആത്മീയ ബേബികളായിട്ട്, ആത്മീയ ശിശുക്കളായിട്ട് നമ്മൾ ജീവിച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? 1 കൊരിന്ത്യർ 3 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം നിങ്ങൾ കുറിച്ചിട്ടാ മതി. 1 കൊരിന്ത്യർ 3ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത്, ആത്മീക ശൈശവത്വത്തിൽ തുടർന്നാൽ ജഡീകരാകും, ജഡീക വിശ്വാസികളാകും. വളരണം നമ്മൾ. ഈ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഞങ്ങളെ വീട്ടിലെ ഒത്തിരി കുഞ്ഞുങ്ങളാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഉണ്ട് കുറെ കുഞ്ഞുങ്ങള്. അവർക്കൊക്കെ ഉള്ള അവരുടെ ആ രീതികളും പ്രവർത്തനങ്ങളും ഞങ്ങളൊക്കെ ഒത്തിരി നോക്കാറുണ്ട്, ചെയ്യാറുണ്ട്. ഒരു ഡോള് ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ മറ്റേ ആളിന്റെ കയ്യിൽ അതിനേക്കാൾ വിലയുള്ളത് കാണും. കളിപ്പാ കാണും. പക്ഷേ മറ്റേ കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്ന വില കുറഞ്ഞതാണെന്ന് അതിനറിയത്തില്ല. എന്ത് ചെയ്യാ? അത് കിട്ടണം. പിടിവാശി നോക്കണം. ഇതാണ് ശൈശവത്വം എന്ന് പറയുന്നത്. തമ്മിൽ ഫൈറ്റ് ചെയ്യുക. ഏത് നിസ്സാര വസ്തുവിന് വേണ്ടി പിടിവലി ഉണ്ടാക്കുക. കൊരിന്ത്യരുടെ ഇടയിൽ ഇതുണ്ടായിരുന്നു. അവരുടെ ഭിന്നത ഉണ്ടായിരുന്നു. 4 ഗ്രൂപ്പുകളായിരുന്നു. ആ 1 അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. കേപ്പാവിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം. ഇതാളുടെ സ്വഭാവമാണ്. ഇതാളുടെ സ്വഭാവമാണ്. ഇത് കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ്. കേട്ടോ, നമ്മൾ വളരണം. നിസ്സാര കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ടൊരു സത്യം പറയാം. നമ്മളെ ഇപ്പം ആത്മീക വളർച്ച നമ്മൾക്ക് അനുഭവപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഈ മറ്റു കാര്യങ്ങൾ, നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നവർ കാണും, നമ്മുടെ ദോഷങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ കാണും, നമ്മളെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ടായിരിക്കും, നമ്മളെ കുറിച്ച് കള്ളം പറയുന്നവരുണ്ടായിരിക്കും, നമ്മളെ കുറിച്ച് ഉള്ളത് പറയുന്നവരുണ്ടായിരിക്കും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഒന്നും പുറകെ പോയി നമ്മുടെ നേരം കളയരുത്. അത് പിശാചിന്റെ തന്ത്രമാണ്. കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ്. അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഓടിച്ചെന്ന് പപ്പയോട് പറയാ, മമ്മിയോട് പറയാ. അത് പിള്ളേരുടെ സ്വഭാവം, കൊച്ചു പിള്ളേരുടെ സ്വഭാവം. നമ്മള് മെച്യൂരിറ്റിയിലേക്ക് വളരണം. ആത്മീക പുരുഷത്വത്തിലേക്ക് വളരണം. അതാണ് ബി മെച്യൂർ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് പുരുഷത്വം കാണിക്കുവീൻ എന്ന് പറഞ്ഞു. 4 പൗലോസ് പറയുന്നത് എന്താണെന്നറിയാം? നമ്മൾ ഉണർന്നിരിക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം, പുരുഷത്വം കാണിക്കണം, ശക്തിപ്പെടണം. ബി സ്ട്രെങ്തൻ. നമ്മൾ ശക്തിപ്പെടണം. എഫേസ്യ ലേഖനം 6 അധ്യായം 10 വാക്യം, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഒരു ദൈവവൈദ്യരിൽ നിന്ന് ഇന്നലത്തെ ശക്തി, ഇന്നലത്തെ എന്ന് പോരാ, ഇന്ന് ഇപ്പോഴവിടെ നമ്മുടെ അവിടെ ഇപ്പം എത്ര ഈ സമയം 8:30 ആകുന്നല്ലേ? അല്ല സോറി, 8:30 കഴിഞ്ഞു. 9 മണിയാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 8 മണിക്ക് നമുക്കുണ്ടായിരുന്ന ശക്തി പോരാ 9 മണിക്ക് ജീവിക്കാൻ. നമ്മൾ നിരന്തരം ശക്തിപ്പെടണം. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യമാണ്. 5 പൗലോസ് പറയുക, ഇതൊക്കെ നല്ലത് തന്നെ, ഈ 4 കാര്യങ്ങളും വേണ്ടതാണ്. എന്നാൽ അതിനേക്കാളെല്ലാം വലുത്
സ്തോത്രം. എന്താ? നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യും. സ്നേഹത്തിൽ ചെയ്യും. ഞാന് ഇവിടെ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഈ 5 കാര്യം ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തിയുള്ള ക്രിസ്തീയ ജീവിതത്തിന് അനിവാര്യമായ 5 കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. വാചകം പറഞ്ഞ് ഞാൻ അവസാനം. ഞാൻ ഈ ഇത്രയും കാലം നിങ്ങളുടെ മധ്യത്തിൽ ക്ലാസ് എടുത്തു. ഞാൻ എന്തിനാ ക്ലാസ് എടുത്തത്? എന്റെ പാണ്ഡിത്യം, എന്റെ ജ്ഞാനം, എന്റെ അറിവ് എനിക്കിതൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. സ്നേഹത്തിൽ ചെയ്യും. എന്റെ ശുശ്രൂഷ സ്നേഹത്തിലാണ്. ഒരു പാട്ട് പാടുകയാണ്, ഒരു വാക്യം വായിക്കുകയാണ്. നമ്മുടെ സഹോദരിയൊക്കെ നല്ല ശുശ്രൂഷ ചെയ്യുന്നു, സഹോദരിമാര് ചെയ്യുന്നു. ഏത് കാര്യമായിക്കൊള്ളണം, ഏത് കാര്യം ചെയ്യുന്നു, കർത്താവിനോടുള്ള സ്നേഹത്തിൽ, ദൈവജനത്തോടുള്ള സ്നേഹത്തിൽ, ദൈവവചനത്തോടുള്ള സ്നേഹത്തിലായിരിക്കും. അതിനാണ് പ്രതിഫലം. പവർഫുൾ ലിവിങ്, ശക്തിയുള്ള ആത്മീയ ജീവിതത്തിന് അനിവാര്യമായ 5 പ്രമാണങ്ങൾ നമ്മുടെ ഈ ക്ലാസിന്റെ സമാപനം എന്ന നിലയിൽ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ, നന്മ വരട്ടെ, അനുഗ്രഹം വരട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെന്നും ഉണ്ടായിരിക്കും. കർത്താവ് നിങ്ങളെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.